ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാസ്റ്റർ ഓഫ് ഇംഗ്ലീഷ് ഇഗ്നോന്റെ MEG 01-ലെ കാൻറ്റർബറി ടെയിൽസ് എന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഭയങ്കര വൈഡ് ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഒരു എക്സാമിന് നമുക്ക് എങ്ങനെ പെർഫോം ചെയ്യാം, അല്ലെങ്കിൽ എക്സാമിന് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഒരു മൊത്തത്തിൽ എങ്ങനെ ഒരു ആൻസർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ കൊണ്ടുപോകുന്നത്. അതിന് ചെറിയ കാര്യ രീതിയിൽ ടെയിൽസിന്റെ ചെറിയൊരു രൂപരേഖ അതിനെക്കുറിച്ച് മനസ്സിലാക്കി ആ രീതിയിലേക്ക് ചെറിയൊരു വീഡിയോ ആയിരിക്കും. ഓൾ കാൻറ്റർബറി ടെയിൽസ് നമുക്കറിയുന്നത് പോലെ ജോഫ്രി ചോസറിന്റെ ഒരു കവിതയാണ്, അല്ലെങ്കിൽ ഒരു വർക്കാണ്. ടെയിൽസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിൽ കഥകളായിരിക്കും, അല്ലെങ്കിൽ ഒരു ഒരു ചരിത്രമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഭവം, നടന്ന സംഭവത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യമായിരിക്കും പറയുന്നത്, അല്ലേ? ടെയിൽ എന്ന് പറയുമ്പോൾ അതിൽ പ്രതിപാദിക്കുന്നത് കഥകളോ അല്ലെങ്കിൽ പറഞ്ഞ ഐതിഹ്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ഇത് ഏത് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്? മിഡിൽ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. മിഡിൽ ഇംഗ്ലീഷ് അതായത് ലേറ്റർ മിഡിൽ ഇംഗ്ലീഷ്, അത് ലേറ്റർ 14th സെഞ്ചുറിയിലാണ് എഴുതിയത്. വലിയ അറൌണ്ട് 1387 ടു 1400 ആ ഒരു സമയത്താണ് ഇത് എഴുതിയിരിക്കുന്നത്. ആ ഒരു ലേറ്റർ 1400 എന്നുള്ള ലേറ്റർ 14th സെഞ്ചുറി എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഇത് പറയുമ്പോൾ പോലെ മിഡിൽ ഇംഗ്ലീഷ് അക്കാലഘട്ടങ്ങളിൽ ഇപ്പൊ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ കാര്യമായിട്ടുള്ള വർക്കുകളൊന്നും ഇല്ലാത്ത ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മിഡിൽ ഇംഗ്ലീഷിനെ വളരെയധികം ജനങ്ങളിലേക്ക് എത്തിക്കാനും, അല്ലെങ്കിൽ മിഡിൽ ഇംഗ്ലീഷിനെ കുറിച്ച് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വളരെയധികം കാരണമായിട്ടുള്ള ഒരു ഹേതുവായിട്ടുള്ള ഒരു വർക്കാണ് കാൻറ്റർബറി ടെയിൽസ് എന്നുള്ളത്. ഇനി എന്താണ് ടെയിൽ എന്ന് പറഞ്ഞല്ലോ, ടെയിൽ പറഞ്ഞു. അപ്പോൾ എന്തിനെ കുറിച്ചുള്ള ടെയിലാണ്? അതാണ് പറയുന്നത് 30 പിൽഗ്രിം, അതായത് 30 സന്യാസിമാർ അല്ലെങ്കിൽ ദൈവത്തെ തേടി യാത്ര ചെയ്യുന്ന ആൾ. അവർ സൗത്ത് വാക്കിലെ ലണ്ടനിലെ സൗത്ത് വാക്കിലെ തബാഡ് എന്നുള്ള ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യുന്ന, എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യുന്ന അല്ലെങ്കിൽ യാത്രക്കിടെ സ്റ്റേ ചെയ്യുന്ന ഒരു സ്ഥലം തബാഡ് ഇന്നിൽ. അവിടെ നിന്ന് കാൻറ്റർബറിയിലുള്ള സെന്റ് തോമസ് ബെക്കറ്റിന്റെ ആശ്രമത്തിലേക്ക് പോകുന്ന യാത്രയിൽ അതിന് തയ്യാറെടുക്കുന്ന സമയത്ത് തബാഡ് ഇന്നിലെ കാര്യദർശിയായിട്ടുള്ള ഹാരി ബെയ്ലി എന്ന് പറഞ്ഞു, പോകുന്ന വഴിയിൽ 2 വീതം കഥകളും തിരിച്ചു വരുന്ന വഴിയിൽ 2 വീതം കഥകളും നിങ്ങൾ പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കഥയ്ക്ക് ഞാൻ ഒരു ഫ്രീ മീൽ ഇവിടെ വന്നതിന് ശേഷം തരും എന്നുള്ള ഒരു ഓഫറിന് പുറത്താണ് അവർ ഇതിൽ ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങനെ പക്ഷെ 24 എണ്ണം കംപ്ലീറ്റ് ആകുമ്പോഴേക്കും, നമ്പർ നോട്ട് ചെയ്യണം, 24 എണ്ണം, ടോട്ടലി 120 എണ്ണമാണല്ലോ ഉണ്ടാവുക. അതിൽ 24 എണ്ണം കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ജോഫ്രി ചോസർ അക്കാലത്തിൽ മരണം പ്രാപിക്കുകയാണ്. അപ്പൊ അങ്ങനെ 24 കംപ്ലീറ്റ് ആകുന്നു. അതാണ് ഇത് അൺഫിനിഷ്ഡ് എന്ന് പറയുന്നത്. ഇത് അൺഫിനിഷ്ഡ് എന്നാണ് പറയുന്നത്. എന്താണ് ഇതിലെ ക്യാരക്ടേഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, മിഡിൽ ഇംഗ്ലീഷ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ലേറ്റർ 14th സെഞ്ചുറിയിലെ കാലഘട്ടങ്ങളിൽ അന്ന് ഇംഗ്ലീഷ് സ്ഥലങ്ങളിൽ, അതായത് ഇംഗ്ലണ്ടിലെ ഏരിയകളിൽ നിലനിന്നിരുന്ന ഒരു പ്രത്യേക സോഷ്യൽ രീതികളെ, സാമൂഹിക രീതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് റീഡേഴ്സിന് മനസ്സിലാക്കി തരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ എങ്ങനെയാണ് അക്കാലഘട്ടത്തിലെ സൊസൈറ്റി ഉണ്ടായിരുന്നത്, അതാണ് ഇതിലെ ക്യാരക്ടേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. ആ സോഷ്യൽ സൊസൈറ്റി പറഞ്ഞ പ്രകാരം 3 രീതിയിലായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവാം. ആദ്യം ക്ലർജിയും, പിന്നീട് നൊബിലിറ്റിയും, പിന്നീട് കോമണേഴ്സ്, അതായത് കോമണേഴ്സിൽ വർക്കിംഗ് ക്ലാസ് എന്ന് പറയാം ഒക്കെ ഇന്ന ആളുകളായിരിക്കും അതിലുണ്ടാവും. അതൊരു സോഷ്യൽ ക്ലാസ്സിനെ പറയുന്നുണ്ട്. അതുപോലെ ഇതിൽ പല ക്യാരക്ടേഴ്സും നമ്മൾ ഐഡിയലി അവർ ഇങ്ങനെയല്ല ആവേണ്ടത്, പക്ഷെ അവർ അങ്ങനെയാണ്. അവർ ആവേണ്ട രീതിയിൽ നിന്ന് മാറി മറ്റൊരു തരത്തിൽ ജീവിക്കാൻ സൊസൈറ്റി ഓരോരുത്തർക്ക് ഓരോ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ഓരോരുത്തർക്ക് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള ഒരു രീതിയിൽ ഉണ്ടാവുമല്ലോ. ആ രീതിക്കല്ല. ഇപ്പൊ ടീച്ചറാണെങ്കിൽ അവർ ഒരു നല്ല രീതിയിലാണ് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ പള്ളിയിലൊരു അച്ഛനാണെങ്കിൽ അയാൾ നല്ല ഒരു വേദമോദി അങ്ങനെ ഒരു നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. പക്ഷെ അതിനല്ലാത്ത രീതിയിലായിരിക്കും ഇതിലെ ക്യാരക്ടേഴ്സ് ജീവിക്കുന്നുണ്ടാവാം. അപ്പം അതിന്റെ ഒരു ഓപ്പോസിഷൻ അല്ലെങ്കിൽ പാരഡോക്സ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ലിറ്റററി ജേണലുകൾ ഇതിൽ ഉണ്ട്. ഉദാഹരണം പറയാം, കോർട്ട്ലി റൊമാൻസ്, എന്താ പറയാ, രാജ്യ സന്നിധിയിലെ അല്ലെങ്കിൽ ഒരു രാജാവിന്റെ കൊട്ടാരത്തിലെ പ്രണയവും, അല്ലെങ്കിൽ അവിടുത്തെ സ്നേഹങ്ങളും, അവിടുത്തെ വിവാഹങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫാബ്ലിയോ എന്നുള്ള ഒരു ജോണർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെയിൻസ് ലൈഫ്സ്, ഒരു പവിത്രമായ ജീവിതം എങ്ങനെയാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ക്യാരക്ടേഴ്സിനെ വെച്ച് പോർട്രേ ചെയ്ത് കൃത്യമായിട്ട് ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. രണ്ടാമത്തത് ബീസ്റ്റ്, ഫാബിൾ, മോറൽ ടെയിൽസ്, ഇതൊക്കെ തന്നെ ഇത്തരം ജോണറുകളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ലിംഗ്വിസ്റ്റിക് സിഗ്നിഫിക്കൻസ്, എന്താണ് ഇതിന്റെ ഇതിന്റെ ഭാഷാപരമായിട്ടുള്ള പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ്. മിഡിൽ ഇംഗ്ലീഷ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ മിഡിൽ ഇംഗ്ലീഷ് കാലഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ ലേറ്റർ 14th സെഞ്ചുറി അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഇംഗ്ലീഷിന് വലിയ പ്രാധാന്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്തായിരുന്നു അക്കാലഘട്ടങ്ങളിൽ?
ഒന്നുകിൽ ലാറ്റിനോ അല്ലെങ്കിൽ ഫ്രഞ്ചോ ആയിരുന്നു ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് എഴുതുവാനായി രൂപപ്പെടുത്തി അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്നത്. അല്ലെങ്കിൽ ലിറ്ററേച്ചർ കൂടുതൽ വന്നത് ഇത്തരത്തിലുള്ള ലാറ്റിനിലോ അല്ലെങ്കിൽ ഫ്രഞ്ചിലോ ആയിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിന്റെ ഓവറോൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇംഗ്ലീഷിന്റെ ഉപയോഗത്തിന് കാരണമായിട്ടുള്ള ഒരു വർക്കാണ് എന്ത് കാന്റർബറി ടെയിൽസ്, ജോഫ്രി ചോസറിന്റെ കാന്റർബറി ടെയിൽസ്. എങ്ങനെയാണ് അദ്ദേഹം വെർണക്കുലർ, അതായത് ആ നാട്ടിലെ ഭാഷ ഉപയോഗിച്ചത് കൊണ്ട് അദ്ദേഹം പിന്നെ ഭാവിയിലുള്ള ഷേക്സ്പിയർ വരെ അടക്കമുള്ള പിന്നെ ആളുകൾക്ക് പ്രചോദനമായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഒരുപാട് ഹ്യൂമൻ തീമുകളും കൂടി ഇതിൽ ഇൻക്ലൂഡ് ഉണ്ട്. അതായത് കല്യാണങ്ങളും വൈവാഹിക ജീവിതത്തിലെ പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഇതിൽ മനസ്സിലാകുന്നു. അതേപോലെ തന്നെ നമുക്ക് മാനുഷികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ദൈവത്തിന്റെ ഒരു സമർപ്പണത്തിൽ നമുക്കത് പിന്നെ ദൈവത്തിനോടുള്ള നമ്മുടെ സ്വയം സമർപ്പണവും അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന്റെ സമർപ്പണവും അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയിലെ ആഗ്രഹങ്ങളും ഭൗതിക ആഗ്രഹങ്ങളും തമ്മിലുള്ള ഒരു കോൺട്രഡിക്ഷൻ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. ഇതാണ് ടോട്ടൽ ആയിട്ടുള്ള ഓവർവ്യൂ. കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ആഡ് ചെയ്യാനാണെങ്കിൽ കമന്റ് ആയിട്ടോ നിങ്ങളുടെ മെസ്സേജസ് ആയിട്ടോ എനിക്ക് അയക്കാം. സോ ദാറ്റ്സ് ഇറ്റ്.